ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 70 സങ്കീർത്തനത്തിന്റെ 4 വചനം. അങ്ങേ അന്വേഷിക്കുന്നവർ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവൻ ദൈവം വലിയവനാണ് എന്ന് ഉദ്ഘോഷിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ അന്വേഷിക്കുന്നവർ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അപ്പൊ യഥാർത്ഥത്തിൽ ആരാണോ ദൈവത്തെ അന്വേഷിക്കുന്നത് അവർക്കെന്തുണ്ട്? അവർക്ക് ആഹ്ലാദമുണ്ട്. കാരണം എന്താണ്? അവരവിടുത്തെ രക്ഷയെ കണ്ടെത്തുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായം 6-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അപ്പൊ കർത്താവിനെ കണ്ടെത്താൻ സാധിക്കുന്ന ഓരോ അവസരങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് വിനിയോഗിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയം ദൈവത്തെ കണ്ടെത്താൻ പറ്റുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ കണ്ടെത്താൻ പറ്റുന്ന സമയമാണ്. നമ്മൾ ഈശോയുടെ പീഡാസകന കുരിശുമരണ അനുഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്ന് ഈശോയുടെ ഉയർപ്പിൽ പങ്കുചേർന്ന് മഹത്വപൂർണനായ കർത്താവിനെ കണ്ടെത്തുന്നൊരു സമയമാണിത്. മഹത്വത്തോടുകൂടെ പിതാവിൻ്റെ വലതുഭാഗത്തായിരിക്കുന്ന സ്വർഗത്തിൽ വസിക്കുന്നവനായ, എന്നാൽ നമ്മുടെ കൂടെ സമസ്ത പ്രവൃത്തികളിലും നമ്മളെ അനുഗമിക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ മുൻപിലും പിൻപിലും ചുറ്റുപാടുകളിലും അനന്ത കാരുണ്യത്തിൻ്റെ ശക്തിയായി കൂടെയായിരിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുന്ന സമയമാണ്. ഉദ്ധിതനായ മിശിഹായുടെ ചൈതന്യത്തോടെ ഈ നാളുകളിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾ, അസ്വസ്ഥതകൾ, നിരാശയുടെ അനുഭവങ്ങൾ, അതിനെ മറികടക്കാനായിട്ടുള്ള വലിയ കൃപ നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:8, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൂടുതൽ ശക്തിയും ബലവും വേണം. അത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അച്ചാരമായ പരിശുദ്ധാത്മാവിലൂടെയാണ്. നമ്മുടെ ജീവിതങ്ങൾ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ടുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ മഹത്വത്തിൽ പങ്കുചേരേണ്ടവയാണ്. അതിന് നമ്മളെ പര്യാപ്തരാക്കി, നമ്മളെ സ്വർഗോന്മുഖരാക്കി നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നയിക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവിൽ പൂരിതമായ ഒരു ജീവിതമായി, ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതമായി നമ്മുടേതെല്ലാം മാറുക. ഈ ആഗ്രഹത്തോടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വലിയൊരു ശക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉദ്ധിതനായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഉദ്ധിതനായ ഈശോയെ, അവിടുത്തെ ആത്മാവിനെ ഏറെ കരുണയോടെ അവിടുന്ന് എന്നിലേക്ക് നൽകിയിരിക്കുമ്പോൾ ആ ആത്മാവിൻ്റെ ശക്തിയാൽ അവിടുത്തെ തിരുവുദ്ധാനത്തിൽ പങ്കുചേരുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് തീക്ഷ്ണതയോടെ എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ഉദ്ധിതൻ്റെ യഥാർത്ഥ ചൈതന്യം നമ്മുടെ ഉള്ളിൽ പ്രകാശിതമാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൊച്ചു കാര്യങ്ങളിൽ മനസ്സ് വല്ലാതെ അസ്വസ്ഥപ്പെട്ടു പോകില്ലേ? മനസ്സിനെ അസ്വസ്ഥപ്പെടുത്താത്ത വിധത്തിൽ നമ്മളിലേക്ക് ഒരു ദൈവിക പ്രകാശം നിറയണം. നമുക്ക് നിരാശയുണ്ട്, പ്രതിസന്ധിയുണ്ട്, രോഗപീഠയുണ്ട്, അസ്വസ്ഥതയുണ്ട്, അതുമൂലം ഉണ്ടാകുന്ന അസമാധാനമുണ്ട്. എന്നാൽ അവയ്ക്ക് അപ്പുറത്തേക്ക് പ്രത്യാശയോടെ മുമ്പോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അത് ദൈവം നൽകുന്ന പ്രത്യാശയിൽ പ്രകാശിതരാകുമ്പോഴാണ്. അത് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് വഴിയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നത്, യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ സാധിക്കില്ല. പരിശുദ്ധാത്മാവിൽ നിറയാം. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിലേക്ക് അവിടെ നിന്ന് അറിയണമേ. ഉദ്ധിതനായ മിശിഹായുടെ ഉദ്ധാനത്തിൻ്റെ അനുഭവം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വന്തമാക്കട്ടെ. അവിടുന്ന് പ്രദാനം ചെയ്യുന്ന സന്തോഷം എൻ്റെ ഉള്ളിൽ നിറയട്ടെ. ഉദ്ധിതനായ മിശിഹായെ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്താൻ മാത്രം എൻ്റെ കണ്ണുകൾ കൂടുതൽ ഉൾക്കാഴ്ചയും തെളിച്ചമുള്ളതായിട്ട് മാറട്ടെ. പരിശുദ്ധാത്മാവെ, അവിടുന്ന് എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവെ, അവിടുന്ന് എന്നെ നയിക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയാനായിട്ട് നമ്മുടെ വിശ്വാസക്കുറവും അസ്വസ്ഥതകളും പാപകരമായ അവസ്ഥകളുമൊക്കെയുള്ള ജീവിതത്തെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കും. ആത്മാവ് നമ്മുടെ ബലഹീനതകളിൽ ബലം പകരും. ആത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭയചകിതമായ അവസ്ഥകളിലേക്ക് കൂടുതൽ ധൈര്യം പകരും. പരിശുദ്ധാത്മാവെ, എന്നെ നിറയണമേ. പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമേ. ആഗ്രഹത്തോടെ കരമുയർത്തി മനസ്സ് തുറന്ന് അധരം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീക്ഷ്ണതയോടെ ആരാധിച്ച്, നല്ല ശക്തിയോടെ ആരാധിച്ച് എല്ലാ ദൈവമക്കളും ഹൃദയ അവബോധത്തോടെ ദൈവത്തെ
സ്തുതിക്കട്ടെ. തീക്ഷ്ണതയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. നമുക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദൈവം അറിയുന്നുണ്ട്. ആ ദൈവം അവിടുത്തെ ആത്മാവിന്റെ എല്ലാ ദാനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സമ്പന്നമാക്കും. ആ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൂടുതൽ ഫലങ്ങൾ നൽകും, കൂടുതൽ വരങ്ങൾ നൽകും, കൂടുതൽ ദാനങ്ങൾ നൽകും. നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ അഭിഷേകമുള്ള ജീവിതങ്ങളായിട്ട് മാറും. അനേകർക്ക് അനുഗ്രഹമായ ജീവിതങ്ങളായിട്ട് മാറും. കുടുംബത്തിൽ അനുഗ്രഹമാകും, ദേശത്ത് അനുഗ്രഹമാകും, ദേശം ഉണരും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രവാചകന്മാരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ദാനമായി ലഭിച്ചിട്ടുള്ള പരിശുദ്ധാത്മ ശക്തിയാ ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരും പൂരിതരായി യേശുക്രിസ്തുവിന്റെ തിരുവുദ്ധാനത്തിന് സാക്ഷികളാകാൻ ഈ കാലഘട്ടങ്ങളിൽ അനേക മനസ്സുകളുടെ നിരാശപ്പെട്ട അനുഭവങ്ങളെ നീക്കിക്കളയുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ അലട്ടുന്ന പ്രതിസന്ധികളെ നീക്കിക്കളയുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ പിടിച്ചുകെട്ടുന്ന എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളെ നീക്കിക്കളയുവാൻ, അഭിഷേകമുള്ളവരായി ഉണരുവാൻ പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയെ അഭിഷേകമായി വ്യാപരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു പുതിയ ശക്തി, ഒരു പുത്തൻ അഭിഷേകം ഇപ്പോൾ ഓരോ ഹൃദയങ്ങളിലും നിറയട്ടെ. എല്ലാ മനസ്സുകളും ഉണരട്ടെ, എല്ലാ ജീവിതങ്ങളും ഉണരട്ടെ. നിരാശ, അസ്വസ്ഥത, ബന്ധനം, തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക സമാധാനം നിറയട്ടെ. അഭിഷേകം കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി. ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ചേർന്ന് പാടി. ആത്മാവിൽ നിറയ്ക്കണമേ. എല്ലാവരും ചേർന്ന് പാടി. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, വിശ്വാസം അഗ്നിനാവായി പതിയണമേ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. വീശണമേ, നദിയായി ഒഴുകണമേ. Come Holy Spirit, 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 come. Hallelujah, Hallelujah, Amen, Hallelujah, Amen, Hallelujah, ഉണരട്ടെ ഉണരട്ടെ, Hallelujah, എല്ലാവരും ഉണരട്ടെ, Hallelujah, സാക്ഷികളായി ഉണരട്ടെ, Hallelujah, Hallelujah, സഭയിൽ ഉണരട്ടെ, Hallelujah, 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 Hallelujah. ഉയർത്തിപ്പിടിച്ച ശക്തിയോടെ തീക്ഷ്ണതയോടെ കൂടെ ഒരിക്കൽ കൂടെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ത്രിത്വൈക ദൈവത്തെ ആരാധിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കും. വിശുദ്ധ യോസേപ്പിനോട് ചേർന്ന് ആരാധിക്കും. വിശുദ്ധരുടെ സമൂഹത്തോട് ചേർന്ന് ആരാധിക്കും. രക്തസാക്ഷികളോട് ചേർന്ന് ആരാധിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവ് നിറയട്ടെ, ആത്മാവ് ജ്വലിക്കട്ടെ, അഭിഷേകമായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച്. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, അഗ്നി അഭിഷേകം നിറയാൻ കൊടുങ്കാറ്റായി വീശണമേ, ആത്മാവേ ഒരു പുതിയ ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കിരിക്കാം. ലൂക്കാ സുവിശേഷത്തിന്റെ 24-ാം അധ്യായം അതിന് 5-ാമത്തെ വചനത്തില് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഈശോയുടെ കല്ലറ സന്ദർശിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് നമ്മൾ വായിക്കുക. അവിടെ കല്ലറയിൽ ഈശോയുടെ ശരീരം കാണാതെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്നവരോട് ആ കല്ലറയിൽ ദൂതന്മാർ സംസാരിക്കുന്ന വാക്കാണ് നമ്മൾ വായിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ എന്തിനാണ്
മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഈ വചനം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ജീവിച്ചിരിക്കുന്നവനെ എന്തിനാണ് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? ഉദ്ധിതനായ മിശിഹ വാഗ്ദാനം ചെയ്തത് എന്താണ്? ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഓർക്കണേ, ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ പർദീസായിലെ ദൈവിക സാന്നിധ്യത്തിന്റെ അനുഭവം അവർക്ക് വീണ്ടും നൽകാനാണ് യേശുക്രിസ്തുവിന്റെ ഇമ്മാനുവലായി കൂടെ വസിക്കുന്ന മനുഷ്യാവതാരം. ആ മനുഷ്യാവതാര രഹസ്യം അവസാനിച്ച രീതിയിലാണ് മാനുഷികമായി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ സംഭവിച്ചിരിക്കുക. എന്നാൽ കല്ലറയുടെ ബന്ധനങ്ങളെ ഭേദിച്ച മൂന്നാം ദിനത്തിലെ അവന്റെ ഉത്ഥാനത്തിന്റെ ചൈതന്യം ഈ നാളുകളിലും ഒരുപോലെ നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കാൻ ഈ വചനം നമ്മളെ പര്യാപ്തമാക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? കോട്ടയം ജില്ലയിലെ 4 കോടിയിലുള്ള പി.യു. തോമസ് എന്ന വ്യക്തിയെക്കുറിച്ച് അറിയത്തില്ലാത്തവരാരും തന്നെ ഉണ്ടാകത്തില്ല. ഈ പി.യു. തോമസ് എന്ന് പറയുന്നതായ അഗതി ശുശ്രൂഷകനായ ദൈവിക അവബോധമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ചൈതന്യത്തോടെ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആത്മാനായ സാധാരണ മനുഷ്യന്റെ ദൈവിക ഇടപെടലിന്റെ ഒട്ടനവധി സാക്ഷ്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട്. അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന ചില വ്യക്തികൾ തെരുവോരങ്ങളിലോ വഴിയോരങ്ങളിലോ ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന ചില ജീവിതങ്ങൾ, മാനസികമായോ ശാരീരികമായോ ഒക്കെ വികലതകൾ ബാധിച്ച വ്യക്തികൾ, ഒട്ടനവധി പേർ ആ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ ദൈവത്തെ കാണുന്നത്. ഒരുപാട് പേര് ദൈവതുല്യമായ ഒരു മനസ്സോടുകൂടെ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം പറയും, ഞാനല്ല, എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ അവഗണിക്കപ്പെട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടും മാറ്റി നിർത്തപ്പെട്ടും മാനസികമോ ശാരീരികമോ ആയ കഠിന രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരായവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച് അവരുടെ ജീവിതങ്ങളെ ശുശ്രൂഷിച്ചത് വഴി മഹത്വമുള്ള ജീവിതങ്ങളാക്കി അവരുടെ ജീവിതങ്ങളെ മാറ്റി ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. നോക്കണേ, അതായത് അവരുടെ ജീവിതങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ പറയുകയാണെന്ത്? ഇത് ദൈവം, ഇത് ദൈവത്തിന്റെ സാന്നിധ്യം. ശ്രദ്ധിക്കണേ, എൻ്റെ ചില സത്പ്രവർത്തികളുടെ പ്രതിഫലനം കൊണ്ട് ഈശോമിശിഹായുടെ ജീവിക്കുന്ന സാന്നിധ്യത്തെ തിരിച്ചറിയുക. ഈശോമിശിഹ ഈ ലോകത്തിലേക്ക് വന്നിട്ട് പിതാവായ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖം ഇങ്ങനെ പ്രതിഫലിപ്പിച്ചതുപോലെ ഉദ്ധിതനായ കൂടെ വസിക്കുന്ന യുഗാന്തം വരെ എന്നും കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത ഈശോമിശിഹായുടെ ഈ ലോകത്തിൽ ജീവിക്കുന്ന സാന്നിധ്യങ്ങളായിട്ട് മാറാൻ മാത്രം ശരീരത്തെ, ജീവിതത്തെ വിട്ടുകൊടുക്കാനായിട്ട് അനേകർ മനസ്സാകുക. അപ്പൊ നോക്കിക്കേ, വെറുതെ നടക്കുന്ന വ്യക്തികളൊക്കെ കണ്ടെത്തുകയാണ് ആരെ? ഈശോമിശിഹായെ. ചില വ്യക്തികൾ പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവത്തെ കാണുക. ആരെ നോക്കിയിട്ട് പറയുന്നു? ഇങ്ങനെയുള്ള ജീവിതങ്ങളെ നോക്കിയിട്ട് പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ഇപ്പൊ ദൈവത്തെ കാണുക. അവർ വസിക്കുന്ന ഭവനത്തെക്കുറിച്ച് അവർ പറയാ, ഇത് ദൈവത്തിന്റെ വീടാ, ഇത് സ്വർഗമാ. പ്രിയപ്പെട്ടവരെ, അപ്പൊ എവിടാണ് ദൈവം വസിക്കുന്നത്? യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 38-ാമത്തെ വചനത്തില് തന്റെ പിന്നാലെ വരുന്ന ശിഷ്യരോട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുക? അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, റബ്ബി അങ്ങ് എവിടാണ് വസിക്കുക? അപ്പൊ ഈശോ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുക? ഇത് തന്നെയാണ് ഇവിടെ കല്ലറയിൽ എത്തിയിരിക്കുന്ന സ്ത്രീകളോട് ദൂതന്മാര് ചോദിക്കുക. നിങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവർക്കിടയിൽ അന്വേഷിക്കുന്നത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റു. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്നും സംഭവിക്കുന്ന ഒരബദ്ധം എന്താണെന്നറിയാമോ? നമ്മളൊക്കെ ഇങ്ങനെ മരിച്ചവരുടെ ഇടയിൽ അവിടുത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കുറെ പേരൊക്കെ ഇങ്ങനെ നിരീശ്വരവാദികളുടെയും യുക്തിചിന്തകരുടെയും ഒക്കെ പുസ്തകങ്ങൾ വായിക്കുക, അവരുടെ പ്രസംഗങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ? യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ച് യുക്തിപരമായിട്ട് ചിന്തിക്കാനാ പോലും. ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ചിലരെങ്കിലും അവർ പറയുന്നത്, ഇന്ന യുക്തിവാദിയുടെ പുസ്തകം വായിച്ചിട്ടുണ്ട്, ഇന്ന നിരീശ്വര ചിന്തകന്റെ ടോക്കുകൾ ഞാൻ ഒന്നൊന്നായിട്ട് സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് ഇത്രയും നാളുകൾ കൊണ്ടുണ്ടായ വളർച്ച?
ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് എന്താണ് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്? വിശ്വാസത്തിൽ ഒരു വളർച്ച ഉണ്ടായോ? ഉണ്ടാകൂ? ഇല്ല. കാരണം എന്താ? ജീവിച്ചിരിക്കുന്നവനായ ദൈവത്തെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിച്ചാൽ നീ കണ്ടെത്തിയല. ചിലപ്പോ ചിലരുടെ കൂട്ടുകെട്ട് എവിടാ? അതിങ്ങനെ സഭാവിരോധികൾ, പൗരോഹിത്യത്തിനും സന്യസ്ത ജീവിതത്തിനുമൊക്കെ എതിരെ സംസാരിക്കുന്നവരായ ആളുകൾ. അവരെന്താണ്? അവരും ഇത് തന്നെയാണ്. ഏത്? ജീവിക്കുന്നവനായവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുക. ജഡത്തിന്റെ വ്യാമോഹങ്ങൾക്കും അശുദ്ധിക്കും അടിമപ്പെട്ടു പോയ കാഴ്ചകളാകട്ടെ, കൂട്ടുകെട്ടുകളാകട്ടെ, തിരിച്ചറിഞ്ഞോണം, ഒന്നും നിന്റെ ജീവിതത്തെ ഉയർത്താൻ പര്യാപ്തമല്ല. മറിച്ച് നിന്റെ ജീവിതത്തെ ഈ ലോകത്തിൽ ജീർണിക്കാൻ അനുവദിക്കുന്നതാണ്. കരസ്മാറ്റിക് പ്രസ്ഥാനങ്ങളും ജീസസ് യൂത്ത് പോലെയുള്ള മൂവ്മെന്റുകളിലും ഒക്കെ പ്രവർത്തിക്കുന്നവരായ ഒട്ടനവധി വ്യക്തികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നോക്കണേ, ഈ നാളുകളിൽ ജീവിക്കുന്നവനായ ഒരു ദൈവം ഉണ്ടെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവരാണ് അവര്. അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൃപയുള്ള വ്യക്തികളോട് കൂട്ടിച്ചേർത്ത് നിൽക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടെ. ലോകത്തിന്റെ അരൂപികളിലും അതിന്റെ അവസ്ഥകളിലും ജീവിക്കുന്നവരായ വ്യക്തികൾ ചൈതന്യമില്ലാത്ത ജീവിതം നയിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറി നിന്ന് ജീവിക്കാനായിട്ട് ഇവരുടെ ജീവിതങ്ങളെ പര്യാപ്തമാക്കി തീർക്കുന്നത് എന്താണ്? അത് മറ്റൊന്നുമല്ല, അത് യേശുക്രിസ്തുവിനെ ജീവിക്കുന്നവനായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് കൊണ്ടാണ്. നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം ജീവിക്കുന്നവനെ കണ്ടെത്താത്ത കൊണ്ടാണ്. നമുക്ക് പ്രാർത്ഥനയിൽ ഉണർവ് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ജീവിക്കുന്നവനെ കണ്ടെത്താത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഒരു തീക്ഷ്ണത വരുന്നില്ലെങ്കിൽ അതിന് കാരണം ജീവിക്കുന്നവനെ കണ്ടെത്താത്ത കൊണ്ടാണ്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് മരിച്ച കർത്താവിനെ മാത്രമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. നോക്ക, നമ്മുടെ ജീവിതങ്ങളിൽ ഇന്നത്തെ വിശ്വാസം വ്യർത്ഥമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ശ്രവിക്കുന്ന ദൈവവചനം വ്യർത്ഥമാണ്. നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമാകുന്നുണ്ടോ? എന്താ കാരണം? അതിന് കാരണം ഇത്രേ ഉള്ളൂ, മരിച്ചവനായ കർത്താവിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. ദൈവമക്കളെ, വേണ്ടത് അതല്ല, മറിച്ച് എന്താണ്? നിന്റെ ജീവിതത്തിൽ നീ ജീവിക്കുന്നവനായ ക്രിസ്തുവിനെ തിരിച്ചറിയണം. യുഗാന്തം വരെ എന്ന് കൂടെ ഉണ്ടാകുമെന്ന് അരുളിച്ചവനെ തിരിച്ചറിയണം. നിന്റെ ജീവിതത്തെ സ്നേഹപൂർവ്വം അനുധാവനം ചെയ്യുന്നതായ ഒരു കർത്താവുണ്ടെന്ന് തിരിച്ചറിയണം. ഒരുപക്ഷെ നിന്റെ ജീവിതം കടന്നു പോകുന്ന പ്രതിസന്ധി ഉണ്ടാകാം. നിന്റെ സ്വപ്നങ്ങൾക്കോ നിന്റെ പ്രതീക്ഷകൾക്കോ വിരുദ്ധമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാം. രോഗങ്ങൾ കടന്നു വരാം, കഷ്ടതകൾ ഏറിയേറി വരാം. ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് തടസ്സങ്ങളും പ്രശ്നങ്ങളും മാത്രം ജീവിതത്തിൽ ഉണ്ടാകാം. ഓർക്കണേ, ഇവിടെ ഒന്നും ദൈവം കൂടെയില്ലാതിരുന്നിട്ടല്ല, മറിച്ച് കർത്താവ് നിന്റെ ജീവിതത്തെ ഇങ്ങനെ പരുവപ്പെടുത്തുക. എന്തിനു വേണ്ടിയിട്ട്? അവിടുന്ന് നിനക്ക് തന്ന ആത്മാവിനെ നീ ആ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊടുക്കാൻ മാത്രം നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ കിട്ടിയാലുണ്ടല്ലോ, പിന്നെ ജീവിതത്തിൽ ഏത് ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ സ്വീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ജീവിതത്തിൽ മല പോലെ ഉയരുന്ന ചില പ്രതിസന്ധികൾക്ക് മുമ്പിൽ നമ്മുടെ ജീവിതം മരവിച്ച് സ്തംഭിച്ച് നിന്നു പോകും. അതിനെ മറികടക്കാൻ ഉതകുന്ന ഒരു ധീരതയും കരുത്തും ജീവിതത്തിൽ വേണമെങ്കിൽ യേശുക്രിസ്തുവില്, അവിടുത്തെ വചനത്തില്, അവിടുത്തെ വാഗ്ദാനങ്ങളില്, അവിടുത്തെ പദ്ധതിയില് ദൃഢമായ ഉറപ്പുള്ള ഒരു വിശ്വാസം നമ്മൾ സ്വന്തമാക്കണം. ഇത് ഉദ്ധിതനായ യേശുക്രിസ്തുവിൽ നിന്ന് ജീവിതത്തിലേക്ക് സ്വന്തമാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല ഈ നാളുകളിൽ ഒരുപാട് വിശ്വാസികൾ സഭയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. സഭയിൽ രക്തസാക്ഷികളും വിശുദ്ധരുമൊക്കെ ഇന്ന് വണങ്ങപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ജീവിതങ്ങൾ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ മുമ്പോട്ട് നീങ്ങുന്ന ഒരു ജീവിതമായിരുന്നു എന്ന് ചിന്തിച്ചേക്കരുത്. മറിച്ച് പ്രതിസന്ധികളും പ്രലോഭനങ്ങളും അസ്വസ്ഥതകളുമൊക്കെ പർവ്വതങ്ങൾ പോലെ അവരുടെ മുമ്പിൽ ഉയർന്നു വന്നപ്പോ അവയെ തകർക്കാൻ ഉതകുന്ന വിശ്വാസത്തിൻ്റെ ധീരത അവർക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നുകൊണ്ടാണ്. നമുക്ക് കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടത് വേറൊന്നുമല്ല, ഈ കൃപയാ. ജീവിക്കുന്നവനായവനെ മരിച്ചവരുടെ അസ്ഥിക്കൂട്ടങ്ങൾക്കിടയിൽ അന്വേഷിച്ചു പോയാൽ ഒരിക്കലും ക്രിസ്താനുഭവം ഉണ്ടാകത്തില്ല. നിന്റെ ജീവിതങ്ങളെ ഇന്ന് ദൃഢപ്പെടുത്തേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതുമൊക്കെ കൃപയുള്ള ജീവിതങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാണ്.
അന്യമതത്തിലെ ഗ്രന്ഥങ്ങളാണ് വിശിഷ്ടമായതെന്ന്, അവിടെ യേശുക്രിസ്തുവിനെ കാണാനുണ്ടെന്ന് നീ പറഞ്ഞാൽ അത് നീ കണ്ടെത്തുന്ന യേശുക്രിസ്തു ആയിരിക്കില്ല, അത് പ്രവാചകനായ യേശുക്രിസ്തു ആയിരിക്കും. ഒരുപക്ഷെ അത് വെറും മനുഷ്യനായ യേശുക്രിസ്തു ആയിരിക്കും. നിന്റെ യേശുക്രിസ്തു പ്രവാചകനല്ല. നിന്റെ യേശുക്രിസ്തു വെറും മാനുഷികമായ വികാരങ്ങളാൽ നയിക്കപ്പെട്ട യേശുക്രിസ്തു അല്ല. ഒരുപക്ഷെ നീ മറ്റ് ഗ്രന്ഥങ്ങളിൽ അന്വേഷിച്ച കണ്ടെത്തുന്ന യേശുക്രിസ്തു എന്ന് പറയുന്നത് ഇന്ന് കൂടെ വസിക്കുന്ന ജീവിക്കുന്ന ഒരു യേശുക്രിസ്തു ആയിരിക്കത്തില്ല. ഒരുപക്ഷെ മൺമറഞ്ഞു പോയ പ്രവാചകന്മാരിൽ ഒരുവൻ എന്ന് ചിന്തിക്കാൻ മാത്രം പര്യാപ്തമാകുന്ന ഒരു ക്രിസ്തു, മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് മാത്രം ജീവിതം നയിച്ച ഒരു യേശുക്രിസ്തു, ഈ ചിന്ത മാത്രം ഉണ്ടാകത്തുള്ളൂ. ദൈവമക്കളെ, നമ്മളെ മക്കളാക്കി ഉയർത്താൻ മാത്രം ജീവിതത്തെ ബലി സമർപ്പിച്ച ഒരു ക്രിസ്തു ഉണ്ട്. നമ്മുടെ ജീവിതങ്ങളെ മഹത്വമുള്ളതാക്കി തീർക്കുവാൻ വേണ്ടി മഹത്തരമായ ഒരു ജീവിതം നയിച്ച് മരണത്തിനപ്പുറത്തേക്ക് ഒരു ഉദ്ധാനമുണ്ടെന്ന് ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയ ഒരു ക്രിസ്തു ഉണ്ട്. ഈ ക്രിസ്തുവിനെ നീ അനുഭവിക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആത്മീയ ശുശ്രൂഷകളോട് ചേർന്ന് നിൽക്കണമെന്ന് പറയുക, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഒരുമിച്ച് കൂടണമെന്ന് പറയുക, യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചൈതന്യത്തോടെ ഈ നാളുകളിൽ ജീവിക്കുന്നവരായ വ്യക്തികളുമായിട്ടുള്ള സൗഹൃദങ്ങൾ പുലർത്തണമെന്ന് പറയുക. അമ്മത്രശ്ശി ഓർമ്മിപ്പിക്കുന്നത് പോലെ കൃപയുള്ളവരുടെ കൂട്ടായ്മയിലായിരിക്കണമെന്ന് പറയുക. ഇത് നിന്റെ ജീവിതത്തിൽ ജീവിക്കുന്നവനായ ക്രിസ്തുവിനെ കണ്ടെത്താൻ സഹായകരമാണ്. കാരണം എന്താണ്? അവരെന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുക? അവരെന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുക? അവരെന്തുകൊണ്ടാണ് സത്പ്രവർത്തികൾ ചെയ്യുക? അവരെന്തുകൊണ്ടാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മീയത സ്വന്തമാക്കുക? ജീവിക്കുന്നവനായ കർത്താവിനെ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് കൊണ്ടാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഈ നാളുകളിൽ അനിവാര്യമായിരിക്കുന്നത് ഇതാണെന്ന് തിരിച്ചറിഞ്ഞോണം. ലോകത്തിൻ്റെ ഒരുപാട് ചിന്താഗതികളും സിദ്ധാന്തങ്ങളും പഠനങ്ങളും നിൻ്റെ മനസ്സിനെ അന്ധമാക്കാം, നിൻ്റെ ജീവിതത്തെ ചിലപ്പോഴൊക്കെ അന്ധമാക്കി കളയാം. അവിടെ നിനക്ക് ദൈവത്തെ കണ്ടെത്താൻ മാത്രമുള്ള ദർശനം ഉണ്ടാകണമെന്നില്ല, മറിച്ച് നിൻ്റെ ബുദ്ധിയും ചിന്തകളും അന്ധകാരത്തിൽ ആണ്ടുപോകാം. അതില്ലാതിരിക്കണമെങ്കിൽ നീ അന്വേഷിക്കേണ്ട ഒന്നുണ്ട്. എന്താണത്? ജീവിക്കുന്നവനായ കർത്താവിനെ, ഉദ്ധിതനായ മിശിഹായെ, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ. ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാം. നമ്മുടെ കൂടെ വസിക്കുന്നത്, ദിവ്യകാരുണ്യമായിട്ട് കൂടെയുള്ളത്, പരസ്പര സ്നേഹമായിട്ട് കൂടെയുള്ളത്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ ചൈതന്യമായിട്ട് കൂടെയുള്ളത്, ദൈവമക്കൾ എന്ന സ്വാതന്ത്ര്യത്തിലേക്ക്, അവകാശത്തിലേക്ക് നമ്മളെ ഉണർത്തുന്നത് ഈ മിശിഹായാണ്, ഉദ്ധിതനായ മിശിഹ. ആ മിശിഹായെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാം. ദിവ്യകാരുണ്യ സഭയെ അവിടുന്ന് ഉദ്ധിതനായ മിശിഹായാണെന്നുള്ള യഥാർത്ഥ തിരിച്ചറിവോടുകൂടെ അവിടുത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാം, അവിടുത്തെ സ്നേഹിക്കാം, അപ്പസ്വലന്മാരോട് ചേർന്ന് അവിടുത്തെ ആരാധിക്കാം. ദൈവിക ശക്തിയാൽ നമുക്ക് നിറയാം. ഉദ്ധിതനായവനെ ഹൃദയത്തിൽ സ്വീകരിക്കാം, അവിടുത്തെ പ്രഘോഷിക്കാം, ആത്മാവിൽ നയിക്കപ്പെടാം. ആമേൻ. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും തെരഞ്ഞെടുക്കപ്പെട്ട മക്കളോട് കൂട്ട നടന്ന ദൈവമേ, പറുദീസായിലൂടെ നഷ്ടപ്പെട്ട ദൈവമക്കളുടെ അവകാശത്തെ വീണ്ടും നൽകാനാണല്ലോ അവിടുന്ന് മനുഷ്യനായി അവതരിച്ചത്. ക്രൂശിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങളുടെ രോഗപാപശാപ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ തിരുമനസ്സായ കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവെ, ലോകത്തിൻ്റെ ഒരുപാട് സ്വാധീനങ്ങളിൽപ്പെട്ട് ഞങ്ങളുടെ ബുദ്ധിയിൽ ഇരുളിമ പടർന്നപ്പോൾ ജീർണിക്കുന്നതിൽ ഞങ്ങൾ അങ്ങയെ അന്വേഷിച്ചു പോയിട്ടുണ്ട്. മരിച്ചു മരവിച്ച് വിശ്വാസം നഷ്ടപ്പെട്ട, ജീർണത നിറഞ്ഞ, ദുർഗന്ധം വമിക്കുന്ന ജീവിതങ്ങളിൽ അവയോട് ചേർന്ന് നിന്ന് ഞങ്ങൾ അങ്ങയെ അന്വേഷിച്ചിട്ടുണ്ട്. കർത്താവെ, ജീവിക്കുന്നവനായ അങ്ങയെ ഞങ്ങൾക്ക് അവിടെ ഒരിക്കലും ദർശിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾ വ്യാപരിക്കേണ്ടത് ലോകത്തിൻ്റെ ഈ അരൂപികളാൽ നയിക്കപ്പെടുന്നവരിലല്ല, കൃപയോടെ ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ ജീവിക്കുന്ന അനുഭവത്തിന് സാക്ഷികളാകുന്ന
തീക്ഷ്ണതയാൽ ജ്വലിക്കുന്ന ഒട്ടനവധി മക്കളുടെ ജീവിതങ്ങളെ കണ്ടുകൊണ്ടാണെന്ന് അറിയുന്ന കർത്താവേ, ഓ ദൈവമേ, ഇടറിപ്പോയ നിമിഷങ്ങൾക്കെല്ലാം ഞങ്ങൾ മാപ്പി ചോദിച്ചുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനെങ്കിലും ഉദ്ധിതനായ അങ്ങയുടെ അനന്ത കാരുണ്യത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ താഴ്ന്ന വശങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിരാശപ്പെട്ട അനുഭവങ്ങളെ മറികടക്കുന്ന വിശ്വാസവും ശക്തിയും പ്രത്യാശയുമായി ഞങ്ങളുടെ ഉള്ളിലേക്ക് സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് എല്ലാ ദൈവമക്കളും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. പൊതിഞ്ഞു പിടിക്കണ കർത്താവേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. തിന്മയിലൊന്ന് രക്ഷിക്കണമേ. തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിന്മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ ഞാൻ ജ്വലിക്കട്ടെ. ഈശോ നിന്മേലങ്കിക്കുള്ളിൽ ഞാൻ സംരക്ഷിക്കപ്പെടട്ടെ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. കർത്താവേ, ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. കർത്താവേ, നിന്നെ കണ്ടെത്താൻ നീ വസിക്കുന്ന എൻ്റെ ജീവിതത്തെ നീ വസിക്കുന്ന ഇടമായി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ എന്നിൽ നിന്റെ ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ നിറയട്ടെ. ഓരോ മക്കളും ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഈ ഒരു ചൈതന്യം നിറയാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കും. കരങ്ങൾ രണ്ടും ഉയർത്തി കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉദ്ധിതനായ മിശിഹ നിന്റെ ജീവിതത്തിന് നിരാശ മറികടക്കുന്ന പ്രത്യാശ നിന്നിലേക്ക് പകരും. നിന്റെ കുടുംബത്തിലുള്ള ബന്ധനങ്ങൾ കർത്താവ് ഛേദിച്ചു കളയും. നിന്റെ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ളതായ അസ്വസ്ഥതകളുടെയും പ്രതിസന്ധികളെയും മറികടക്കുന്ന അഭിഷേകം കർത്താവ് നിന്റെ ജീവിതങ്ങളിലേക്ക് തരും. വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അത്ഭുത രക്തത്തിന്റെ ശക്തിയാലും ഈശോയുടെ തിരുവുത്ഥാനത്തിന്റെ യോഗ്യതകളാലും രോഗപീഠകളും തടസ്സങ്ങളും ബന്ധനങ്ങളും ഇപ്പോൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കും. സകല കെട്ടുകളും യേശുനാമത്തിൽ പൊട്ടിപ്പോകട്ടെ. സകല ബന്ധനങ്ങളും യേശുനാമത്തിൽ അടിയപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും